അവിടെ വടകരയിൽ ഷാഫി പറമ്പുണ്ടാക്കിയിട്ടുള്ള ഒരു കരാറുണ്ടായിരുന്നു. എന്നെ ഇവിടെ ജയിപ്പിക്കാൻ BJP-ക്കാർ വോട്ട് തന്നാൽ പാലക്കാട് ബൈ-ഇലക്ഷൻ വരും. ശൈലജ ടീച്ചറെ ജയിപ്പിച്ചാൽ മട്ടന്നൂർ ബൈ-ഇലക്ഷൻ വന്നാൽ അങ്ങക്ക് ഒരു രക്ഷയില്ല അവിടെ. അതേസമയത്ത് പാലക്കാട് കഴിഞ്ഞ തവണ 2ാം സ്ഥാനത്തെത്തിയിട്ടുണ്ട്. അവിടെ ശ്രീധരനായിരുന്നു മത്സരിക്കുന്നത്. മെട്രോമാൻ മത്സരിച്ചപ്പോ കുറെ നിഷ്പക്ഷ വോട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം 2ാം സ്ഥാനത്ത് വന്നിട്ടുണ്ടാവുക. പക്ഷേ ഇത്തവണ അവിടെ ബൈ-ഇലക്ഷൻ വന്നാൽ അവിടെ BJP-യെ സഹായിക്കാമെന്ന് പറഞ്ഞ് BJP-ക്കാരുടെ വോട്ട് വാങ്ങി. എന്റെ നാട്ടിൽ നിന്ന് കല്യാണം കഴിച്ചു കൊണ്ടുപോയ ഒരു പെൺകുട്ടി വീട്ടിൽ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ അവിടെ ആ കുടുംബം RSS-കാരുടേതാണ്, അവള് നമുക്കേ വോട്ട് ചെയ്യും, പക്ഷെ കുടുംബത്തിൽ കലഹം ഉണ്ടാണ്ടിരിക്കാൻ നിങ്ങൾക്ക് ചെയ്യാന്ന് പറയും. അവിടെ വന്നിട്ട് RSS പ്രവർത്തകർ പറഞ്ഞു, ഇത്തവണ നമ്മൾ ഷാഫി പറമ്പിലിനെ വോട്ട് ചെയ്യേണ്ടത്. അപ്പൊ അവള് പറഞ്ഞു, അല്ല നമ്മള് പ്രഫുൽ കൃഷ്ണയല്ലേ നമ്മുടെ സ്ഥാനാർത്ഥി, പിന്നെങ്ങനെ? അതാണ് നിന്നോട്ടെ, അതുകൊണ്ട് സാരമില്ല, ഇയാൾക്ക് വോട്ട് ചെയ്യണം. വോട്ട് വിറ്റതാണ്. മുഴുവൻ BJP വോട്ട് മുക്കാൻ പറ്റില്ല, കാരണം പറഞ്ഞാലും കൂട്ടാക്കില്ല ചിലര്. എന്നാ ഒരു ബൾക്ക് വോട്ട്